നമ്മുടെ വണ്ടി കണ്ടോ ഗൈസ്? ഞങ്ങളുടെ വണ്ടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പഞ്ചറായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ തന്നെ അത് ഇടാൻ പോവാണ് ഗൈസ്. പുതിയ ടയർ മഞ്ചേട്ടൻ ഇരിപ്പുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പുറത്ത് പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോവുകയാണ്. കുഞ്ഞാൻ്റെ ഫ്രോക്കൊക്കെ ഇട്ടോണ്ട് ഗൈസ്. ഡ്രൈവർ വഞ്ചടൻ ഗൈസ്. അപ്പം നല്ല തിരക്കുണ്ട്. രാവിലെ ഇറങ്ങിയാലും നമ്മൾ ഉച്ചയായിട്ട് ഇറങ്ങിയാലും എപ്പോഴും ഇറങ്ങിയാലും നല്ല തിരക്കാണ് ഇവിടെ. ഗൈസ് അപ്പം നമ്മൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മെയിൻ എൻട്രൻസിലെത്തി. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ 260 രൂപയാണ്. നമുക്കിവിടെ നടന്ന് കാണാനായിട്ട് ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. ഗൈസ് നമ്മൾ ജപ്പാനിലെത്തിയിട്ടുണ്ട്. ഇവിടെ 7 മണിയാകുമ്പോൾ അടയ്ക്കും. നമ്മളൊരു 3 മണിയായപ്പോഴാണ് വന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്കിതെല്ലാം കണ്ടു തീർക്കണം. നമ്മളിപ്പം കുഞ്ഞുറങ്ങിപ്പോയി. 24 ഏക്കർ നമ്മളിതെല്ലാം നടന്ന് കാണും. ഒക്കുന്നതോ നമ്മൾ കാണും. നല്ല തോണായിരുന്നല്ലോ. ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ അല്ലായിരുന്നോ? അല്ല ഒന്ന് എൻ്റെ പാടി കയറാൻ പറ്റും. ജൂനിപ്പർ മൗണ്ടൻ സ്കേപ്പ് ഗൈസ്. ഇത് ജപ്പാനിലുള്ള മൗണ്ടനിലെ ഒരു സൈസിലെ ഇതാണ് ഇവിടെ കൊണ്ട് വച്ചേക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ചൈന ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് വച്ചേക്കുന്നതാണ് കേട്ടോ. ആ മല എടുക്കും. അപ്പോൾ ഇവിടെ എല്ലാം ബോൺസായി ചെടികളാണ്, മരങ്ങളും അതെല്ലാം ബോൺസായി വെച്ചേക്കാണ്. എടുക്കാലോ. ഇതെല്ലാം പിഗാണോ? അതിനകത്ത് കിളികൾ നിൽക്കുന്നുണ്ടോ? കുഞ്ഞുറങ്ങിപ്പോയി ഗൈസ്. നമ്മുടെ കുഞ്ഞാവ് ഉറങ്ങിപ്പോയി. ഇതാണ് ഗൈസ് ആ വൺമതിലിൻ്റെ തൂണ്. നമ്മളുണ്ട് ഇതിനകത്ത്. കണ്ട പൊന്ന ഇങ്ങനെ വിളിച്ചോ. അമ്മമ്മേ നമ്മളുണ്ടല്ലോ പൊന്ന. നിന്റെ അപ്പച്ചി തോണ്ട. ഇത് വീഡിയോ അമ്മ ഒരു മിനിറ്റ്. നടക്കാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ കയറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ട് കാണിക്കും കേട്ടോ. നടക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നടക്കുക. 24 ഏക്കർ ഉണ്ട്. അത് ഫുള്ളങ്ങ് കാണുക. അതുപോലെ തന്നെ ഇവിടെ കുറേ പ്രതിമകളുണ്ട്. നമ്മുടെ പരുന്ത്, ഈ രൂപം, ഇതെല്ലാം നല്ല മരത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇതൊക്കെ. അയ്യോ അപ്പോൾ ഇവിടെ ഫ്ലവേഴ്സിന് മാത്രമായിട്ടൊരു സെക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓഗസ്റ്റ് 7 തൊട്ട് 16 വരെ, അതായത് ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ട്. അതുകൊണ്ട് ഓരോ രൂപങ്ങളിൽ അവരിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഓരോ രൂപങ്ങൾ. ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. കൊട്ടാരം പോലുള്ള അതിൻ്റെ അകത്ത് നിറച്ച് ഓരോ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊട്ടാരം പോലെ സെറ്റപ്പ് ഇട്ടിട്ട് അത് നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറ്റത്തില്ല. ബാക്കിലുണ്ടോ മയിലുണ്ടോ? മയിലിനെ ഫ്ലവർ വെച്ച്
ഇത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു മയിലിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിനെ ഫിനിഷ് ചെയ്ത് വെച്ചേക്കാണ് ഫ്ലവേഴ്സ് എല്ലാം കണ്ട്. ബാക്കിയുള്ളത് അവരോട് ഉണ്ടാക്കുന്നതേ ഉള്ളായിരുന്നു. ചെടികളുടെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, കാരണം നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. അത്രയ്ക്ക് ചെടികളാണ് അവിടെ ഉള്ളത്. ഗൈസ്, നമ്മുടെ ബാക്കിൽ ഫുള്ള് ജമന്തിയുടെ പല പല കളേഴ്സാണ്. റെഡും വൈറ്റ് റോസ് എല്ലാം ഉണ്ട്. കുഞ്ഞിൻ്റെ 6 month ഫോട്ടോഷൂട്ട് ഇതിൻ്റെ ഇടയിൽ വെച്ച് എടുത്താലും എന്നൊരു ഞങ്ങൾ ചിന്തിച്ച്. ആ ജമന്തിയുടെ ഇടയിലോട്ട് പായിട്ട് കിടക്കണം. എന്ത് ഭംഗിയാ നോക്ക് ഗായ്സ്. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതിൻ്റെ ഇടയിൽ ഒരു മെത്തേൻ തലാണം കൊണ്ട് കിടക്കണം. നല്ല സുഖമായിരിക്കും ഗായ്സ്. നോക്കുക ഗായ്സ്, ഇവിടെ ഒരു വീട് വെച്ചൊക്കെ താമസിക്കണം. ഈ ഒരു സെക്ഷൻ കണ്ടോ നിങ്ങൾ? ലവിൻ്റെ ഷേപ്പിലുള്ള ഫ്ലവർ സെറ്റിംഗ്. അവിടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് അവിടെ. പിന്നെ നമുക്ക് അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തരും. അപ്പം തന്നെ ഫ്രെയിം ചെയ്ത് നമുക്ക് തരും. ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം പോയിട്ട് വേണം എനിക്കൊന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. ഗൈസ്, ഇവിടെയുള്ള എല്ലാ ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ഈ ലവ് ഷേപ്പിലുള്ളതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ്, പ്ലാസ്റ്റിക് ഒന്നും അല്ല. ഗൈസ്, പണ്ട് നമ്മുടെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ കിടന്ന ഒരു ചെടിയാണ് ഈ നിൽക്കുന്ന മഞ്ഞ ചെടി. അന്നൊക്കെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ദേ ഇവിടെ നിൽക്കണം. ഒരു അടിപൊളി മഴയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു കുടയുണ്ട്. മഴയാണ്. നമ്മളപ്പോൾ കുടയുടെ കീഴിൽ കയറി. വലിയ കുടയാണ് നമ്മൾ. കുഞ്ഞ് ക്യാമറ. നല്ലൊരു മഴയായിരുന്നു. അപ്പോൾ പകുതി പേര് നടക്കുന്നുണ്ട്, അല്ലാത്തവരെല്ലാം ഓടി ആ വലിയൊരു കുടയുടെ അടിയിൽ കയറിയായിരുന്നു. അതെ, കുഞ്ഞിന് പ്രാന്തായി. കുഞ്ഞ് ഫസ്റ്റ് ടൈമാണ് കുട കയറുന്നത്. കുഞ്ഞ് ഫസ്റ്റ് ടൈമാണ് കുട കയറുന്നത്. അതിന്റെ ആക്രാന്താണ്. 5 മിനിറ്റ് മഴ പെയ്യും, 5 മിനിറ്റ് മഴ പെയ്യത്തില്ല, പിന്നെ 5 മിനിറ്റ് മഴയാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും കയറി നിൽക്കും. അതിന് ശേഷം നമ്മൾ നടക്കുകയാണ് ഗൈസ്. ഇപ്പോൾ വെച്ച് മഴ തോന്നിട്ടുണ്ട്. റോസ് ഗാർഡനിലേക്കാണ് പോകുന്നത്. തീർന്നു. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അടുത്ത മഴ ഓടി വന്നു. ഹലോ, നിങ്ങൾ ഏത് ധ്രുവക്കാരാ? രണ്ട് തൃപ്തിയായി പോയി. മഴയാണ് ഗൈസ്. കുഞ്ഞിൻ്റെ ടവലെടുത്തിട്ട് ഞാൻ അപ്പോൾ ഈ ഒരു മഴയിൽ ഞങ്ങൾക്ക് കയറി നിൽക്കാൻ അടുത്തൊരു സ്ഥലം കിട്ടിയായിരുന്നു. നല്ല മഴയായിരുന്നു. 5 മിനിറ്റ് അല്ല, കുറേ നേരം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ നമുക്ക് ഫുള്ള് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.